തെലങ്കാനയിലെ ഒരു സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത്. എന്നാൽ അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നുള്ളൊരു രീതിയിൽ ആ ഒരു കേസ് പിന്നീട് മാറുകയാണ്. അതായത് ആ കുട്ടികളുടെ ദേഹത്ത് ഒരുപാടധികം പാടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയ സൂയിസൈഡ് നോട്ടിൻ്റെ മേൽ ഒരുപാടധികം സംശയങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ആ ഒരു കേസ് വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായി മാറുകയാണ്. അപ്പോൾ ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. തെലങ്കാനയിലെ ഭുവൻഗിരിയിൽ SC വെൽഫെയർ വുമൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. SC കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നത്. അവിടെ തൊട്ടടുത്ത് ഗവൺമെന്റ് സ്കൂളുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന കുട്ടികൾ ആ ഒരു സ്കൂളിൽ പോയിട്ടാണ് സാധാരണ പഠിക്കാറ്. അപ്പോൾ ആ ഒരു ഹോസ്റ്റലിലായിരുന്നു ഭവ്യയും വൈഷ്ണവിയും താമസിച്ചിരുന്നത്. ഹൈദരാബാദിലെ ഹബ്സിഗുഡ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നായിരുന്നു ഇവർ രണ്ടുപേരും വന്നത്. ഇവർ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് നല്ല ഫ്രണ്ട്സ് ആണ്. അതായത് 3ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഈ ഒരു ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് അവർ പരിചയപ്പെടുന്നത്. അതിനുശേഷം അവർ എന്താ പറയുക, ഇണപിരിയാൻ പറ്റാത്ത സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒരേ പാത്രത്തിൽ ഉണ്ട്, ഒരേ പായിൽ കിടന്നെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരേ മുറിയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അതായത് അവരുടെ ലൈഫിൻ്റെ മെജോറിറ്റി പീരീഡും അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. അതായത് അവർ അത്രത്തോളം വലിയ സുഹൃത്തുക്കളായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലിയുടെ സാമ്പത്തിക ചുറ്റുപാടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിതാപകരമായിരുന്നു. അപ്പോൾ കുട്ടികളുടെ പഠനത്തിനും മറ്റൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഹോസ്റ്റലിലൊക്കെ വിട്ട് മാതാപിതാക്കൾ പഠിപ്പിച്ചിരുന്നത്. എന്നാലും വീക്കെൻഡ്സിൽ ഇതുപോലെ തന്നെ മാതാപിതാക്കൾ ഇവരെ കാണാനായിട്ട് വരാറുണ്ടായിരുന്നു സാധാരണഗതിയിൽ. അതുപോലെ തന്നെ എന്തെങ്കിലും ലീവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ നാട്ടിലോട്ട് പോകുന്നതും പതിവായിരുന്നു. അങ്ങനെ അവരുടെ ലൈഫ് നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഫെബ്രുവരി 3, 2024 നാടിനെ നടുക്കിയ ആ ഒരു വാർത്ത കേൾക്കുന്നത്. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ഭവ്യയും വൈഷ്ണവിയും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ടെത്തി. അപ്പോൾ ഇവരുടെ റൂമിൽ ടോട്ടൽ 4 പേരുണ്ട് കേട്ടോ. അതായത് 4 പേര് ഒരുമിച്ചിട്ടായിരുന്നു ആ ഒരു റൂം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നത്. എല്ലാവരും 10ൽ തന്നെ പഠിക്കുന്നവരായിരുന്നു. അപ്പോൾ ആ ഒരു ഹോസ്റ്റലിൽ ഇതുപോലെ തന്നെ 10ൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ട്യൂഷനും മറ്റൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കുട്ടികൾ ട്യൂഷനായിട്ട് പോവുകയാണ്. ഭവ്യയും വൈഷ്ണവിയും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ട്യൂഷൻ ക്ലാസ്സിലെത്തി. അതിനുശേഷം അവിടെ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ടീച്ചർ ബാക്കിയുള്ള കുട്ടികളോട് ഇവർ രണ്ടുപേരെയും ചോദിക്കുകയാണ്. അപ്പോൾ ഇവരൊന്നും വന്നിട്ടില്ല, റൂമിലുണ്ടാവും എന്നുള്ള രീതിയിൽ മറുപടി പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ പറഞ്ഞയക്കുകയാണ്. മുറിയിൽ ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ഈ സ്റ്റുഡൻറ്റ് നേരെ ആ ഒരു മുറിയുടെ അടുത്തോട്ട് എത്തി. അതിനുശേഷം അവർ രണ്ടുപേരെയും പേര് ചൊല്ലി വിളിച്ചു. എന്നാൽ അവരാരും അവിടെ നിന്ന് അകത്തു നിന്ന് റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ ഡോർ ഇങ്ങനെ തട്ടി വിളിച്ചു. അപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് ആ ഒരു കുട്ടിക്ക് മനസ്സിലായി. എന്നിട്ടും അകത്തുനിന്ന് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് നേരം വിളിച്ചിട്ടും ഇവരകത്ത് എന്തെടുക്കുകയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ജനലിലൂടെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ആ ഒരു കാഴ്ച ആ പെൺകുട്ടി കണ്ടത്. 2 പേരും 2 ഫാനിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അതായത് അവരുടെ മുറിയിൽ 2 സീലിംഗ് ഫാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കൂൾ യൂണിഫോമിൽ തന്നെ യൂണിഫോമിൻ്റെ ഷോൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഈ 2 പെൺകുട്ടികളും ഇതുപോലെ തന്നെ കെട്ടിത്തൂങ്ങി നിൽക്കുന്നുണ്ടായത്. ഈ ഒരു കാഴ്ച കണ്ട ആ ഒരു പെൺകുട്ടി പേടിക്കുകയാണ് ഉണ്ടായത്. വലിയ വായിൽ ഒച്ച വെച്ചുകൊണ്ട് നേരെ ട്യൂഷൻ ടീച്ചറുടെ അടുത്തോട്ട് പോവുകയും അവിടെ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്തു. ട്യൂഷൻ ടീച്ചർ ഇത് കേട്ട് ഞെട്ടി. ഉടനെ തന്നെ ആ ഒരു മുറി ലക്ഷ്യമാക്കി പോയി. അപ്പോഴത്തേനും അവിടുത്തെ വാർഡനായിരുന്ന ശൈലജ എന്ന് പറയുന്ന സ്ത്രീയെയും വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ വാർഡനും ഉടനെ അങ്ങോട്ട് എത്തുകയാണ്. പിന്നെ 1-2 സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ എത്തി. അതിനുശേഷം ആ ഒരു ഡോറ് പൊളിച്ച് അകത്തോട്ട് കയറുകയും ഇവരുടെ എന്താ പറയുക ഒരു ഷാൾ അറുത്തിട്ട് ഇവർ രണ്ടുപേരെയും താഴോട്ട് ഇറക്കുകയും നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഹോസ്പിറ്റലിലെത്തി അവരെ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞു ഇവർ ഓൾറെഡി മരിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ പാരൻസിനെയും അതുപോലെ തന്നെ പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചതായിട്ട് പറയുന്നത്. വിവരം അറിഞ്ഞ ഭവ്യയുടെയും വൈഷ്ണവിയുടെയും പാരൻസ് ഉടനെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. മക്കളുടെ ഈ ഒരു ഗതി കണ്ട് കരയാനല്ലാതെ അവർക്ക് വേറൊന്നിനും തന്നെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പോലീസുകാരങ്ങനെ എൻക്വയറിയും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ബോഡി അയച്ചു. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഒരു സൂയിസൈഡ് നോട്ട് കിട്ടുന്നത്. അതായത് അവരുടെ മുറിയിൽ നിന്ന് വേറൊരു സ്റ്റുഡൻറ്റിനായിരുന്നു ഇത്തരത്തിലുള്ളൊരു കത്ത് കിട്ടിയത്. അതിനുശേഷം ശൈലജ എന്ന് പറയുന്ന ഒരു വാർഡൻ്റെ കയ്യിൽ ആ കത്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ആ ഒരു കത്ത് പോലീസിൻ്റെ കയ്യിലോട്ട് എത്തുന്നത്. അപ്പോൾ ആ കത്തിലുണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് പോവുകയാണ്, ഞങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ശൈലജ മേം ഒഴികെ വേറെ ആരും ഞങ്ങളെ വിശ്വസിച്ചില്ല. അതുപോലെ തന്നെ ശൈലജ മേമിന് മാത്രമേ ഞങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണ്, അവരെ ആരും ഒന്നും പറയരുത്, ഞങ്ങളുടെ മരണത്തിന് ആരും കാരണക്കാരല്ല, പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും ഒരേ സ്ഥലത്ത് അടക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ ഒരു സൂയിസൈഡ് നോട്ടിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശൈലജ മാമിനോടൊന്നും ചോദിക്കരുത്, അവരെ ടോർച്ചർ ചെയ്യരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ചുരുക്കം പറയുന്നുണ്ടെങ്കിൽ ശൈലജ മാമിനെ പുകഴ്ത്തിയിട്ടുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പായിരുന്നു അത്. ഇത് കണ്ടപ്പോൾ പോലീസിന് തന്നെ എന്തോ ഒരു സംശയം തോന്നുകയാണ്. അതായത് വേറെ ആരെക്കുറിച്ചും എഴുതിയിട്ടില്ല, ജസ്റ്റ് ഈ ഒരു ശൈലജ മാമിനെ കുറിച്ചിട്ടാണ്, നല്ല രീതിയിലാണ് അത് എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ പ്രോബ്ലംസിനെ കുറിച്ചും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. സാധാരണ എന്താ പറയുക ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന
കുട്ടികളുടെ അല്ലാന്നുണ്ടെങ്കിൽ ആളുകളുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇങ്ങനെയുള്ളൊരു കത്താരും എഴുതില്ല എന്നുള്ള ഒരു അസംഷനിലോട്ട് പോലീസുകാരെത്തുകയാണ്. എന്തിനാണ് ഇവരിങ്ങനെ കൂടുതൽ പുകഴ്ത്തി എഴുതിയിരിക്കുന്നത്, ഇനി ഇവർക്കും ഈ ഒരു മരണത്തിന് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അത്തരത്തിലുള്ള ചിന്തകളിലോട്ട് വരെ പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പാരൻസും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ധൈര്യശാലികളായിട്ടുള്ള കുട്ടികളാണ്, അവരൊരിക്കലും ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള തരത്തിലാണ്. അവരുടെ ഫ്രണ്ട്സും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അതായത് ആത്മഹത്യ ചെയ്യേണ്ടുന്നതായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും എവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഫ്രണ്ട്സിൻ്റെയും എന്താ പറയുക അവരും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഇപ്പോൾ പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിച്ചു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഏകദേശം 2 ആഴ്ച മുൻപ് ചെറിയ പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭവ്യയും വൈഷ്ണവിയും അതേ ഹോസ്റ്റലിൽ തന്നെയുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പെൺകുട്ടികളെ ചെറുതായിട്ട് റാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഈ ഒരു ശൈലജ മാമിൻ്റെ അടുത്ത് പോയിട്ട് ഈ 4 പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. അതായത് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ആത്മഹത്യ ചെയ്യേണ്ട രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് പിള്ളേരുടെ ഇടയിലുള്ള ഒരു പ്രശ്നം, അതങ്ങനെ ആ ഒരു രീതിയിൽ പോയി എൻക്വയറിയും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അതായത് ആകപ്പാടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അത് ആത്മഹത്യ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് ഇവർ പറയുന്നുണ്ടായിരുന്നില്ല. എന്നാലും പോലീസ് അന്വേഷിച്ചപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്ന്, അതായത് കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള തരത്തിലാണ്. അതായത് ഇവരിങ്ങനെ കുട്ടികളെ റാഗ് ചെയ്തതിൻ്റെ പേരിൽ ഇവരോട് കുറേ പേര് മുഖം കറുപ്പിച്ചെന്നും അതിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ഒരു മനോവിഷമം കൊണ്ടൊക്കെയാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് പോലീസിന് ലഭിക്കുകയാണ്. എന്നാൽ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈഷ്ണവിയുടെയും ഭവ്യയുടെയും ബോഡിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡിയിൽ കടിച്ച പാടുകൾ ഉണ്ടായിരുന്നു, പിന്നെ ഇവരെ ഉപദ്രവിച്ച പാടുകൾ ഉണ്ടായിരുന്നു, ദേഹം നിറയെ പാടുകൾ ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യാന്നുണ്ടെങ്കിൽ ദേഹത്ത് മുഴുവൻ പാടുകൾ വരുത്തിയിട്ട് ആരും ആത്മഹത്യ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകം തന്നെയാണ്, കുറച്ച് ആളുകൾ കള്ളം പറയുന്നതാണ് എന്നുള്ളൊരു തരത്തിലോട്ടാണ് പോലീസുകാർ എത്തിയത്. ഡോക്ടേഴ്സ് അവരുടെ പ്രാഥമികമായിട്ടുള്ളൊരു നോട്ടത്തിൽ തന്നെ പറഞ്ഞു ഇതൊരു കൊലപാതകമാകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കാരണം ആരോ നല്ല രീതിയിൽ ഈ പെൺകുട്ടികൾ ഉപദ്രവിച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ വീണ്ടും ഡീപ്പായിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കുകയാണ് ഉണ്ടായത്. ആ ഹോസ്റ്റലിലുള്ള ഇവരുടെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ ഹോസ്റ്റലിലെ ചില സ്റ്റാഫിനെയൊക്കെ ഡീപ്പായിട്ട് എൻക്വയറി ചെയ്തു. അപ്പോൾ പോലീസിന് വേറെയും ചില കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ആ ഹോസ്റ്റലിലത്തെ വാർഡനായിട്ടുള്ള ശൈലജയും അതുപോലെ തന്നെ അവിടെ പച്ചക്കറി സാധനങ്ങളായിട്ടൊക്കെ കൊണ്ടുവരുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ട്, ആഞ്ജനേയലു എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു അവിഹിത ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തിരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയുടെ ടൈമിൽ ആ ഒരു ഹോസ്റ്റലിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ഈ ഒരു വിവരം ഭവ്യയും വൈഷ്ണവിയും അറിയുകയാണ്. എന്തിനേറെ പറയുന്നു, ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇവർ രണ്ടുപേരും എന്താ പറയുക നേരിട്ട് കാണുന്നൊരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങളെത്തി. ഇവർ കണ്ടു എന്നുള്ളത് അവരും കണ്ടു. അങ്ങനെ ആകപ്പാട് പ്രശ്നമായി. അതായത് ഇവർ കണ്ട കാര്യം ഇനി വേറെ ആരെങ്കിലും അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ജോലിയും പോകും, അതുപോലെ തന്നെ മാനവും പോകും എന്നുള്ളത് ശൈലജയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിലായിരിക്കാം ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു നിഗമനത്തിലോട്ട് എത്തുകയാണ് ഉണ്ടായത്. എന്നിട്ട് നൈസായിട്ട് ഒരു ആത്മഹത്യ പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഹോസ്റ്റലിലത്തെ കുറച്ച് സ്റ്റാഫിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വിവരം പോലീസിന് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളുടെ വീട്ടുകാരും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെയും അവിടെ ഒരു സമരം നടത്തുകയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പെൺകുട്ടികളെ റാഗ് ചെയ്തതിൻ്റെ പേരിൽ തൻ്റെ മക്കൾ ആത്മഹത്യ ചെയ്യില്ല എന്നും നല്ല രീതിയിലുള്ളൊരു അന്വേഷണം വേണമെന്നും ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവരെയും പിടികൂടണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർ ഉന്നയിച്ചത്. പിന്നെ ലെറ്ററിനെ കുറിച്ച് മാതാപിതാക്കൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പാരൻസിനെ കുറിച്ചോ ബാക്കിയുള്ള ആരെക്കുറിച്ചോ ഒന്നും എഴുതാതെ ജസ്റ്റ് ഈ ഒരു ശൈലജ എന്നുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് അവരോടൊന്നും ചോദിക്കരുതൊന്നും പറയരുത്, അവർ നല്ല സ്ത്രീയാണ്. അങ്ങനെ എന്തിന് തൻ്റെ മക്കൾ ഇതുപോലെ തന്നെ ലെറ്റർ എഴുതണം എന്നുള്ളൊരു ചോദ്യം അവർ തിരിച്ച് ചോദിക്കുകയാണ് ഉണ്ടായത്. പിന്നെ എന്തുകൊണ്ടാണ് തങ്ങളുടെ മക്കളുടെ മേൽ ഇത്രയധികം ഉപദ്രവമേറ്റ പാടുകളെന്നും അതുപോലെ തന്നെ ആരാണ് തങ്ങളുടെ മക്കളെ കടിച്ചത്, അതായത് പല്ലിൻ്റെ പാടൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇവർ ഉന്നയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ 5 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതിൽ ഒന്നാമത്തത് അവിടുത്തെ വാർഡനായിട്ടുള്ള ശൈലജയാണ്, രണ്ടാമത്തത് ഈ ഒരു ആഞ്ജനേയലു എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെയാണ്. പിന്നെ ഹോസ്റ്റലിലത്തെ കുക്കായിട്ടുള്ള സുലോചന എന്ന് പറഞ്ഞിട്ടുള്ള 2 പേരും പിന്നെ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടുള്ള പ്രതിഭയും ഇവർ അറസ്റ്റ് ചെയ്തവരിൽ ഉൾപ്പെടുന്നു. പിന്നെ ഭുവനേശ്വരി എന്നായിരുന്നു ആ ഒരു ട്യൂഷൻ ടീച്ചറുടെ പേര്, അവരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു കേസിൻ്റെ അന്വേഷണവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോഴും ഒരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് കറക്റ്റായിട്ടുള്ളൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഉത്തരത്തിലോട്ട് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? ഈ ഒരു കേസ് എങ്ങോട്ട് എത്തുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതിൻ്റെ അന്വേഷണം നേരായിട്ടുള്ള രീതിയിലൂടെ പോകുമോ, അല്ലാന്നുണ്ടെങ്കിൽ വളച്ചൊടിക്കലുകൾ സംഭവിക്കാമോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് എങ്ങോട്ടും എത്താതെ ആവുമോ? അപ്പോൾ എന്താണ് ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണ്?
എന്തൊക്കെ പോസിബിലിറ്റീസ് ആകാം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടാവുക, എന്തെങ്കിലുമൊക്കെ തിയറീസ് ഇതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.